ഹലോ, എല്ലാവർക്കും എക്സ്ക്ലൂസീവ്ലി ആർദ്ദ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോസ്റ്റ് ഫോർ ദി തിയറി ഓഫ് എവരിത്തിങ് എന്ന പാഠഭാഗത്തെ പാർട്ട് 2 ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 1 എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പാർട്ട് 1 എവിടെയാണ് വെച്ച് അവസാനിച്ച് ഇദ്ദേഹത്തിനൊരു സ്റ്റീഫൻ ഹോക്കിങ്ങിനൊരു റയറായിട്ടുള്ളൊരു ഡിസീസ് വന്നു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഉണ്ടാകുന്ന പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കുറേ ചിന്തകളും കുറേ ഡ്രീമുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ അത് വെച്ചിട്ടാണ് നമ്മൾ നിന്നത് അല്ലേ. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പേജ് നമ്പർ 21. Another recurring dream was the idea of sacrificing my life to save others. After all, if I were going to die, I might as well do some good. എന്ന് വെച്ചാൽ അടുത്ത റിക്കറിംഗ് എന്ന് വെച്ചാൽ അടുത്തൊരു ഡ്രീം എന്തായിരുന്നു? ഇദ്ദേഹം തൻ്റെ സ്വന്തം ലൈഫ് മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുക, എന്തെങ്കിലും നല്ലത് ചെയ്തിട്ട് മരിക്കണം എന്നായിരുന്നു ഇദ്ദേഹത്തിന് ആഗ്രഹം. Hawking's doctor hoped that his condition would stabilize, but the disease aggravated rapidly. They soon informed him that he had only about 2 more years to live. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഹോക്കിങ്ങിൻ്റെ ഡോക്ടർ ആദ്യം ഈ അസുഖമൊക്കെ ചെക്കപ്പ് ചെയ്തപ്പോൾ വിചാരിച്ചു ഇത് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണെന്ന് വിചാരിച്ചു. പക്ഷെ ഓരോ ദിവസം കൂടും തോറും അഗ്രവേറ്റഡ് റാപ്പിഡ്ലി എന്ന് പറയുന്ന വേർഡ് കണ്ടോ എന്ന് വെച്ചാൽ എന്താ, മോശാവസ്ഥയിലേക്ക് പോയോണ്ടിരിക്കുകയായിരുന്നു. ഓരോ ദിവസം കൂടുന്തോറും അവസ്ഥ മോശമായോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് എന്താ കഴിഞ്ഞു. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി 2 കൊല്ലം കൂടിയാണ് മാക്സിമം ഇദ്ദേഹം ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞു. 2 years passed. The progression of the disease had slowed. I didn't die. In fact, although there was a cloud hanging over my future, I found to my surprise that I was enjoying life in the present more than before. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 2 വർഷം കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞ 2 വർഷം കഴിഞ്ഞു, ഇദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡിസീസ് കുറഞ്ഞു വന്നു. പിന്നെന്താണ് ഇദ്ദേഹം പറയുന്നത്, എന്നാലും ഇദ്ദേഹത്തിന് തൻ്റെ ഡ്രീമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇദ്ദേഹത്തിന് എന്താ കുറേ സയൻറ്റിസ്റ്റ് ആവണം, കുറേ റിസർച്ച് ചെയ്യണം എന്നൊക്കെ കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു തടസ്സമായിട്ട് ഈ അസുഖം നിൽക്കാന്നാണ് പറയുന്നത്. ടുഡേ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത്, though still a non to distant certainty, were postponed. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ടുഡേ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത്. ഡിസബിലിറ്റി എന്ന് വെച്ചാൽ ഈ അസുഖവും പിന്നെ മരണവും, ഈ 2 ഇദ്ദേഹം മാറ്റി വെച്ചിട്ട് ഇദ്ദേഹം ജീവിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. പിന്നെ നേരത്തെ തന്നെ ഒരു സെൻറ്റൻസ് പറയാൻ വിട്ടു. ഐ ഫൗണ്ട് ടു മൈ സർപ്രൈസ് ദാറ്റ് ഐ വാസ് എൻജോയിങ് ലൈഫ് ഇൻ ദ പ്രസൻറ്റ് മോർ ദാൻ ബിഫോർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അദ്ദേഹത്തിന് ഇപ്പോൾ ജീവിക്കുന്നതാണ് കൂടുതൽ എൻജോയ്മെൻ്റ് ആയിട്ട് തോന്നുന്നത്. നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലേ വളരെ ബോറിംഗ് ആയിട്ട് ലൈഫായിരുന്നു, പക്ഷെ ഇപ്പം എന്താ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ തോന്നി. ഹോക്കിംഗ് ഹാഡ് ഹിസ് റിപ്രൈവ്, എ പ്രിക്കേരിയസ് ആൻഡ് എ ടെമ്പററി വൺ, ബട്ട് ലൈഫ് വാസ് പ്രഷ്യസ്. റിപ്രൈവ് എന്ന് വെച്ചാൽ എന്താ, ഇദ്ദേഹം ഈ അസുഖം വീണ്ടും എടുക്കുക, അസുഖത്തിൽ നിന്ന് മരിക്കാണ്ട് ഇദ്ദേഹം വീണ്ടും എടുത്തു. പ്രിക്കേരിയസ് എന്ന് വെച്ചാൽ ഡേഞ്ചറസ്. ഈ വരിയിൽ എന്താ പറയുന്നത് വെച്ചാൽ ഇദ്ദേഹം ഈ അസുഖം വളരെ ഡേഞ്ചറസ് ആണ് അല്ലേ, എന്നാലും ഇദ്ദേഹം ഇതിൽ നിന്നൊക്കെ ഉയർത്തി എണിച്ച് ഇദ്ദേഹം ജീവിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. At a New Year's party at St. Albans, just before he entered the hospital for test, Hawking met Jane Wilde. എന്ന് വെച്ചാൽ ന്യൂ ഇയർ പാർട്ടി സെയിൻറ്റ് ആൽബൻസിൽ വെച്ചിട്ടൊരു ന്യൂ ഇയർ പാർട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു കുട്ടീനെ കണ്ടു, ജെയിൻ വൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടീനെ കണ്ടു. To her, this disheveled gratitude student seemed terribly intelligent, eccentric and rather arrogant. എന്ന് വെച്ചാൽ എന്താ, ഈ കുട്ടി ജെയിൻ വൈൽഡ് ആദ്യമായിട്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കാണുമ്പോൾ ഈ കുട്ടിക്ക് എന്തൊക്കെയാണ് വിചാരിച്ചത്, ഡിസേബിൾഡ് എന്ന് വെച്ചാൽ എന്താ, ഡിസോർഡർ, ഈ അസുഖം വന്ന ഈ കുട്ടീനെ കാണുമ്പോൾ എന്താ വിചാരിച്ചത്, നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ജെയിൻ വൈൽഡിന് തോന്നി. പിന്നെ എന്താണ് എസെൻട്രിക് എന്ന് വെച്ചാൽ എന്താ, സ്ട്രേഞ്ച് ബിഹേവിയർ എന്ന് വെച്ചാൽ എന്താ, ഒരു നട്ട് ലൂസ് എന്ന് വെച്ചാൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് തോന്നി. പിന്നെന്താ, ആൻഡ് റാദർ അറഗന്റ് എന്ന് വെച്ചാൽ വളരെ സ്ട്രിക്റ്റ് ആണെന്നൊക്കെ തോന്നി. ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷി ലൈക്ക്ഡ് ഹിസ് വിറ്റ്. പിന്നെ ഈ കുട്ടിക്ക് എന്താ തോന്നി, അവൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് തോന്നി. പിന്നെന്താ, അവൻ്റെ വിറ്റൊക്കെ നല്ല രസമായിരുന്നു കേൾക്കാൻ. അപ്പം ഇതൊക്കെയാണ് ജെയിൻ വൈൽഡിന് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങൾ. ഇതൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പോൾ പറയുന്നില്ല, ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മസ്റ്റായിട്ടും പോയി കാണാം. When Jane met him again after his discharge from his hospital, he was really in a pathetic state. എന്ന് വെച്ചാൽ എന്താ, ജെയിൻ വീണ്ടും കണ്ടു നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ. ഏതാണ്ട് ഒരു ടെസ്റ്റ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ വീണ്ടും കണ്ടു. അപ്പോൾ എന്താണ്, സ്റ്റീഫൻ ഹോക്കിങ് വളരെ പെത്തറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്, വളരെ ബാഡ് കണ്ടീഷൻ ആയിരുന്നു, മോശമായി വന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ഐ തിങ്ക് ഹീസ് ലോസ്റ്റ് ഹിസ് വിൽ ടു ലീവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ കുട്ടിക്ക് എന്താ തോന്നി, അവന് ജീവിക്കണമെന്ന് തോന്നുന്നില്ല എന്ന്. ഈ ജെയിൻ വൈൽഡിനെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു രൂപം കണ്ടപ്പോൾ ജെയിൻ വൈൽഡ് വിചാരിക്കും ഇനി അവന് ജീവിക്കണം എന്നൊന്നുമില്ല എന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ്.
He was very confused, she commented. എന്താണ് ആ കുട്ടി പറയുന്നത്? വളരെ കൺഫ്യൂഷനിലാണ് അവൻ നിൽക്കുന്നത്. അവന് ജീവിക്കുകയോ മരിക്കുകയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് അവൻ നിൽക്കുന്നത് എന്ന് ജെയിൻ വൈൽഡ് പറയുന്നത്. She was not, however, put off by his physical or mental condition. എന്ന് വെച്ചാൽ എന്താ, ആ കുട്ടി അവൻ്റെ ഫിസിക്കലും മെൻ്റലും കണ്ടീഷൻ നോക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്തത്. She was rather a shy teenager, serious-minded, with a strong faith in God, ingrained from childhood by her mother, and a belief that good can come out of any adversity. എന്ന് വെച്ചാൽ ഇനി ഈ കുട്ടീൻ്റെ സ്വഭാവത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വളരെ ഷൈ ആയിട്ടുള്ള ഒരു ടീനേജറാണ്, പിന്നെ എന്താ സീരിയസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, പിന്നെ എന്താണ് ദൈവത്തിൽ നല്ല വിശ്വാസമുണ്ട്. കാരണം എന്താ, ഈ കുട്ടീൻ്റെ അമ്മയ്ക്ക് വളരെ ദൈവത്തിനോട് വളരെ വിശ്വാസമുള്ള ഒരു കുടുംബമായിരുന്നു ഇത്. അപ്പോൾ അമ്മേനെ കണ്ടിട്ടാണ് ഈ കുട്ടി പഠിച്ചത്. പിന്നെ എന്താണ് ഈ കുട്ടി എന്താണ് വിചാരിക്കുന്നത്, ദൈവം എങ്ങനെയും ഇങ്ങനത്തെ ഒരു ബാഡ് കണ്ടീഷനിൽ നിന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ എങ്ങനെയും രക്ഷിക്കും എന്നൊരു ശുഭാപ്തി വിശ്വാസം കൂടി ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു. Hawkins admired her optimism and their friendship developed slowly. എന്ന് വെച്ചാൽ എന്താ, ഹോക്കിംഗ് അഡ്മയർ ചെയ്തു. നീ വിചാരിക്കുന്ന പോലെയൊക്കെ ആവട്ടെ, എൻ്റെ അസുഖമൊക്കെ മാറട്ടെ എന്നൊക്കെ ഇങ്ങനെ ഹോക്കിംഗ് വിചാരിക്കുകയാണ്. ഒപ്റ്റിമിസം എന്ന് വെച്ചാൽ എന്താ, ശുഭാപ്തി വിശ്വാസം കേട്ടോ. പിന്നെ പതുക്കെ പതുക്കെ അവർ ഫ്രണ്ട്ഷിപ്പ് കൂടി വന്നു. After a while, the two began to realize, in Jane's word, that together we could make something worthwhile. എന്ന് വെച്ചാൽ എന്താ, രണ്ടുപേരും കൂടി കുറച്ച് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് തിക്കായി വന്നപ്പോൾ ജെയിൻ ഇങ്ങനെ വിചാരിച്ചു, ജെയിനും സ്റ്റീഫൻ ഹോക്കിങ് എന്താണ് വിചാരിച്ചത്, അവർ രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ, അവർ രണ്ടുപേരും ടുഗദർ ആയി കഴിഞ്ഞാൽ അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് മനസ്സിലായി. ഫോർ സ്റ്റീഫൻ ദാറ്റ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. അപ്പോൾ ഇങ്ങനെ തനിക്കൊരു കൂട്ടുണ്ടെന്ന് തോന്നിയപ്പോൾ സ്റ്റീഫൻ എന്താ, പണ്ടത്തെ അവസ്ഥയെ അവൻ മറന്നിട്ട് അവൻ സന്തോഷിച്ച് ജീവിക്കാൻ തുടങ്ങി. അവന് ജീവിക്കണം എന്നൊരു വാശി തോന്നി. He applied for a research fellowship at Case, one of the college in Cambridge University. അപ്പോൾ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഒരു റിസർച്ചിന് അപ്ലൈ ചെയ്തു. കേസിൽ എവിടെയുള്ള ഒരു കോളേജാണ്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു കോളേജാണ്. In 1965, at the age of 23, Hawking received his fellowship at Case. എന്ന് വെച്ചാൽ 1965 at the age of 23 കേസിൽ നിന്ന് അദ്ദേഹം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന് അദ്ദേഹത്തിന് ഫെലോഷിപ്പ് കിട്ടി. ആൻഡ് ഇൻ ജൂലൈ of the same year, Jane and he were married. എന്താ വെച്ചാൽ ആ വർഷം തന്നെ, ജൂലൈയിൽ ആ വർഷം തന്നെ അവർ രണ്ടുപേരും കല്യാണം കഴിച്ചു. People who remember Hawking in the university in the late 1960s recall him making his way around the corridors with a cane, supporting himself against the wall. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 1960 ഹോക്കിങ്ങിന് രോഗമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. പിന്നെ അവരുടെ കൂട്ടുകാരൊക്കെ 1965 വന്ന് കാണുമ്പോൾ സ്റ്റീഫൻ ഹോക്കിങ് എങ്ങനെയാണ് കോറിഡോറിലൊക്കെ ചാരി ഒരു കെയിനുമായിട്ടുള്ളൊരു വീട് കണ്ടോ, CANE, അതെന്ന് വെച്ചാൽ ചൂരലിൻ്റെ താങ്ങിലൂടെയാണ് ഇദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്നത് അല്ലേ. എന്തെങ്കിലും ഒരു താങ്ങ് വേണം ഇദ്ദേഹത്തിന് ഇപ്പം നടക്കാനും. പിന്നെ എന്താണ് പറയുന്നത്, ഹി സ്പോക്ക് വിത്ത് വാട്ട് സൗണ്ടഡ് ലൈക്ക് എ സ്ലൈറ്റ് സ്പീച്ച് ഇംപെഡിമെന്റ്. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വർത്താനം പറയാനോ സാധിക്കുന്നില്ല, എന്താണ് ഒരു തടസ്സം പോലെ. ഇംപെഡിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സം കേട്ടോ. But more than that, they remember his brashness in sessions involving some of the world's most distinguished scientists. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ അസുഖമൊക്കെ നല്ല അവർക്ക് ഓർമ്മ വരുന്നത്. അതിനെക്കാട്ട് കൂടുതൽ എന്താ, ഇദ്ദേഹം ആക്റ്റീവായിരുന്ന സമയത്ത് വളരെ ചുറുചുറുക്കോടെ, ബ്രാഷ്നെസ് എന്ന് വെച്ചാൽ എന്താ, വാശി, നല്ല ചുറുചുറുക്ക്, നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടി. സ്കൂളിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് എല്ലാത്തിനും ഇൻട്രസ്റ്റോടെ എല്ലാ ചോദ്യങ്ങളുടെ ആൻസറും പറഞ്ഞ് എപ്പോഴും അലേർട്ടായിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഇദ്ദേഹം. While other young researchers kept a reverential silence, Hawking daringly asked unexpected and penetrating questions. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ എന്തെങ്കിലും റിസർച്ചിന് വേണ്ടിയിട്ട് കുറേ സയൻറ്റിസ്റ്റ് അവിടെ കൂടി ഗ്യാദർ ചെയ്ത് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ മറ്റുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് റിവറൻഷ്യൽ എന്ന് വെച്ചാൽ ഗീവിങ് റെസ്പെക്ട് എന്ന് വെച്ചാൽ എന്താ, അവർ റെസ്പെക്റ്റോടെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. Hawking daringly asked unexpected and penetrating question. പെനിട്രേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ, വളരെ ഉള്ളിലോട്ട് ചെന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കും. ഇപ്പോൾ എന്തെങ്കിലും കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ വരെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അറിയാമായിരുന്നു. ഹി ക്ലിയർലി ന്യൂ വാട്ട് ഹി വാസ് ടോക്കിംഗ് അബൌട്ട്. എന്ന് വെച്ചാൽ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അറിയാം ഇതിനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം വർത്താനം പറയുന്നത്, അല്ലെങ്കിൽ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് എന്നൊക്കെ ഇദ്ദേഹത്തിന് നല്ല അറിവോടെയാണ് ഇദ്ദേഹം ചോദ്യം ചോദിക്കുക.
His reputation as a genius another instant began then എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇദ്ദേഹത്തിന് എയിൻസ്റ്റൺ എന്ന പേരിലും കൂടി എന്ന് വെച്ചാൽ എയിൻസ്റ്റൺ എന്ന് വെച്ചാൽ എന്താ, ജീനിയസ് ആണ് അല്ലേ. അപ്പോൾ അവിടുത്തെ ഒരു ജീനിയസ് എന്ന പേരിലായിരുന്നു സ്റ്റീഫനെ അറിയപ്പെടുന്നുണ്ടായിരുന്നത്. In 1918, a practical need for funds launched him into a new enterprises that was to have a far-reaching impact on the Hawking and another all over the world. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇദ്ദേഹം വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറെടുപ്പിലായി 1918. He thought of writing book about the universe, about the most interesting question that had made him want to study cosmology and quantum theory. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇദ്ദേഹം വിചാരിച്ചു ഒരു ബുക്ക് എഴുതിയാലോ എന്ന് വിചാരിച്ചു. അതിൽ എന്തിനെ കുറിച്ചാണ്, യൂണിവേഴ്സിനെ കുറിച്ച്. യൂണിവേഴ്സിൽ നിന്ന് എന്താണ്, കോസ്മോളജിയും ക്വാണ്ടം തിയറിയും. കോസ്മോളജി തിയറി ഓഫ് യൂണിവേഴ്സ്, ക്വാണ്ടം തിയറി എന്ന് വെച്ചാൽ എന്താ, ആറ്റോമിക്സും സബ് ആറ്റോമിക്സിനും കുറിച്ചുള്ള ഒരു ഫിസിക്കലായിട്ടുള്ളൊരു തിയറി. അപ്പോൾ ഇത് രണ്ടെണ്ണം കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ബുക്ക് എഴുതണം എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു തോട്ട്. Where did the universe come from? എവിടെ നിന്നാണ് ആ ബുക്കിൽ എങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എവിടെ നിന്നാണ് യൂണിവേഴ്സ് വന്നത്? Is the universe infinite or does it have any boundaries? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് അവസാനിക്കുമോ, ഇതിന് വല്ല ബൗണ്ടറീസ് ഉണ്ടോ? Will it come to an end? ഇത് എപ്പോഴേലും അവസാനിക്കുമോ? If so, how? അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ അതെങ്ങനെ? Is there a complete theory of the universe and everything in it? അതിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു തിയറി ഉണ്ടോ, അതോ യൂണിവേഴ്സിനുമായിട്ട് മാത്രം വല്ല തിയറി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. തിയറി ബിഗിനിങ് ഓഫ് ടൈം, ഈ സമയം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയോ? കുഡ് ടൈം റൺ ബാക്ക്, സമയം പിന്നിലോട്ട് പോകുമോ? The book begins by rewinding the great theories of the cosmos from Newton to Einstein. അപ്പോൾ ഈ ബുക്കിൽ ഇങ്ങനത്തെ സാധനങ്ങളാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എയിൻസ്റ്റൺ തൊട്ട് ന്യൂട്ടൺ വരെയുള്ള തിയറീസ് ആയിരുന്നു ഇവിടെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. He wrote the book to make science understandable to non-scientists. ഈ ബുക്ക് എന്തിനാണ് എഴുതിയത്? സയൻറ്റിസ്റ്റ് അല്ലാത്ത ആൾക്കാർക്ക് വേറെ മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത്. He completed the first draft in 1984. 1984 ആയപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടം എഴുതി തീർത്തു. While the revision process was going on, he made a trip to Switzerland. റിവിഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇദ്ദേഹം സ്വിറ്റ്സർലാൻഡിലേക്ക് ഒന്നും ജസ്റ്റ് ഒരു ടൂറിന് വേണ്ടി പോയി തോന്നുന്നുണ്ട്. There he had down with pneumonia and was left on a life support system. അവിടെ എത്തിയപ്പോൾ എന്താ, ന്യൂമോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം വന്നു ചേർന്നു. Doctors gave a choice as to whether a tracheotomy operation which would remove his windpipe should be conducted or not. അപ്പോൾ ഡോക്ടേഴ്സ് ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു ട്രക്യോട്ടോമി ഒരു ഓപ്പറേഷൻ. ട്രക്യോട്ടോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ബ്രീത്തിങ്ങിന് 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രക്കിയോ, അവിടെയാണ് പ്രശ്നം. അപ്പോൾ അതൊരു ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജെയിനെ വിളിച്ച് ചോദിക്കുകയാണ് മാറ്റണോ മാറ്റണ്ടേന്ന്. It might save his life, but afterwards he would never again to able to speak or make a vocal sound. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇദ്ദേഹം ജീവിച്ചേക്കാം, പക്ഷേ ഇദ്ദേഹത്തിന് ഇനിയും വോക്കൽ സൗണ്ട് അല്ലെങ്കിൽ വർത്താനം പറയാനൊന്നും സാധിക്കില്ല. With great misgivings, Jane consented. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്ഗീവിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടത്തോടെ ജെയിൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തോന്ന് സമ്മതിച്ചു. The future looked very bleak. എന്ന് വെച്ചാൽ എന്താ, ഇദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ എന്താണ്, വളരെ ബ്ലീക്കാണ്, വളരെ ബുദ്ധിമുട്ടാണ്. Jane remarked, Hawking could no longer breathe through his mouth and nose, but only through a permanent opening made in his thought. എന്ന് വെച്ചാൽ എന്താ, ഇദ്ദേഹത്തിന് നമ്മുടെ പോലെ മൂക്ക് കൊണ്ട് ശ്വസിക്കാൻ പറ്റില്ല, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ആ വഴി കൂടിയാണ് ഇദ്ദേഹത്തിന് ശ്വസിക്കാൻ പറ്റുള്ളൂ. After many weeks of intensive care, he went home to join Jane and his 3 children. അപ്പോൾ കുറേ ആഴ്ചകൾ ഇദ്ദേഹത്തിന് നന്നായി കെയർ ചെയ്ത് ക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ട് ജെയിൻ്റെ അവരുടെ 3 മക്കളെയും കാണാൻ വേണ്ടിയിട്ട് സ്റ്റീഫൻ ഹോക്കിംഗ് പോയി. He was still too weak and ill to continue his research. എന്ന് വെച്ചാൽ ഇദ്ദേഹം വളരെ മോശം അവസ്ഥയിലായിരുന്നു, പിന്നെ വളരെ അസുഖമൊക്കെ കൂടിയിട്ട് ഏറ്റവും മോശം അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റിസർച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. Walt Woodstow, a computer expert in California, sent him a program he had developed called the equalizer, which allowed Hawking to select words from the screen. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വോൾട്ട് വോഡ്സൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട്, കാലിഫോർണിയയിലുള്ള ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഒരു പ്രോഗ്രാം ഉണ്ടാക്കി ഇദ്ദേഹത്തിന് സെൻഡ് ചെയ്തു, ഇക്വലൈസർ. ഈ പ്രോഗ്രാമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഐബ്രോ പിരുകം കൊണ്ടും കണ്ണുകൊണ്ടും ആക്ഷൻ കാണിച്ചിട്ട് ഓരോ ലെറ്റേഴ്സ് അദ്ദേഹത്തിന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ടൈപ്പായി കമ്പ്യൂട്ടർ സ്ക്രീനിൽ ടൈപ്പായി വരും. ഇതാണ് ഇക്വലൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം.
അപ്പം ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വാൾട്ട് വോട്ട്സോ ഉണ്ടാക്കി സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഹോക്കിങ്ങിന് അത് വളരെ യൂസ്ഫുള്ളായി. നമ്മൾ ഹോക്കിങ്ങിൻ്റെ വല്ല പടങ്ങളൊക്കെ കാണുമ്പോൾ ഹോക്കിങ് ഇങ്ങോട്ട് പോകുമ്പോഴും ഈ കമ്പ്യൂട്ടർ ഉണ്ടാവും കൂടെ. He thought he would be unable to finish his book. എന്ന് വെച്ചാൽ എന്താ, ഹോക്കിങ് വിചാരിച്ചു ഹോക്കിങ്ങിൻ്റെ ബുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിച്ചു. The support of his student Brian White, A Brief History of Time was published in 1988. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ബ്രയൻ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് കാരണം എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എന്നിട്ട് അത് എന്നാണ് പബ്ലിഷ് ചെയ്തത്? 1988. September 2005 saw the release of an abridged version of the original book. അപ്പോൾ ഈ ഒറിജിനൽ ബുക്കിൻ്റെ ഒരു അബ്രിജ്ഡ് വേർഷൻ എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് വേർഷൻ സെപ്റ്റംബർ 2005 ഇറക്കി. This version was updated to address the new issues that had arisen due to further scientific development. അപ്പോൾ ഈ ബുക്കിൽ എന്തൊക്കെയായിരുന്നു ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ഇനി ഭാവിയിൽ ഈ ഒരു തിയറി ഒക്കെ വെച്ചിട്ട് ഭാവിയിൽ എന്തെങ്കിലും സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നൊരു ഉറപ്പോടാണ് ഈ ഒരു ബുക്ക് ഇദ്ദേഹം പബ്ലിഷ് ചെയ്തത്, ഷോർട്ട് വേർഷനായിട്ട് കേട്ടോ. ഈ ബുക്കിൻ്റെ ഒറിജിനലിൻ്റെ ഒരു ഷോർട്ട് വേർഷനായിട്ട്. One will encounter a multitude of paradoxes in the book. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബുക്ക് വായിക്കുന്ന ഒരാൾക്ക് എൻകൗണ്ടർ എന്ന് വെച്ചാൽ എന്താ, ഫേസ് ചെയ്യാം കുറേ പാരഡോക്സസ് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. പാരഡോക്സസ് എന്ന് വെച്ചാൽ എന്താ, ഓപ്പോസിറ്റ്, ജസ്റ്റ് ഓപ്പോസിറ്റ്, പറയുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഈ ബുക്കിൽ കുറേ കാര്യങ്ങളുണ്ടാവും, അതിൻ്റെയൊക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ പാരഡോക്സസിൻ്റെ മലയാള അർത്ഥം വിരോധാഭാസം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരഗ്രാഫാണ്, അതിലൊരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഉണ്ട്. In science and with people, things are often not what they seem, and pieces that ought to fit together refuse to do so. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സയൻസിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അല്ലേ. സയൻസ് നമ്മൾ വിചാരിക്കുക ഇങ്ങനത്തെ ഒരു തിയറി ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ സയൻസിൽ നമ്മൾ പോയി ബുക്ക് തുറന്ന് നോക്കുമ്പോൾ ഈ തിയറി ആവില്ല. പിന്നെ ആൻഡ് പീസസ് ദാറ്റ് ought to fit together refuse to do so. നമ്മൾ വിചാരിക്കും ഇത് രണ്ടെണ്ണോട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും, പക്ഷെ അത് കണക്ട് ചെയ്യാൻ പറ്റില്ല. You will learn that beginnings may be endings. Cruel circumstance can lead to happiness, although fame and success may not. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്കറിയാം എന്തൊന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിനൊരു അവസാനം ഉണ്ടാവും. പിന്നെ എന്തൊരു മോശം അവസ്ഥയായാലും അതിൽ അവസാനം ഒരു ഹാപ്പിനെസ് വന്നു ചേരും. Although fame and success need not. അപ്പോൾ ഫെയിമും സക്സസിന് അല്പതായി കൂടാ. Two great fame എന്ന് വെച്ചാൽ എന്താ, പ്രശസ്തി കേട്ടോ. Two great scientific theories taken together seem to give us nonsense. എന്ന് വെച്ചാൽ എന്താ, രണ്ട് ഗ്രേറ്റ് സയൻറ്റിഫിക് തിയറീസ് ഒരുമിച്ച് ചേർത്താൽ നോൺസെൻസ് ആണ് കിട്ടുക. Empty space isn't empty. empty ആയിട്ടുള്ള സ്പേസ് empty അല്ല. Black holes aren't black. black holes black അല്ല. And a man whose appearance inspires a shock and pity takes us laughing toward the boundaries of time and space ought to be, but are not. It is of course a miracle that Hawking had been able to achieve everything he has, that he is still alive. എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് എ മിറാക്കിൾ. ഇതൊരു വലിയൊരു മിറാക്കിൾ ആണ് അല്ലേ. എന്ത്, സ്റ്റീഫൻ ഹോക്കിംഗ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ടും എന്തോരം കാര്യങ്ങൾ ചെയ്തു തീർത്തു. However, when you experience his intelligence and humor, you begin to take his unusual mode of communication and his obviously catastrophic physical problems no more seriously that he seems to himself. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇദ്ദേഹത്തിന് ഈ അവസ്ഥ തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഇങ്ങനത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇദ്ദേഹം എന്താണ് ചെയ്യാൻ പോണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇദ്ദേഹം എന്താണ്, ഇതൊക്കെ ഈ മരണവും ഈ അസുഖമൊക്കെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ട് ഇദ്ദേഹം ജീവിക്കാൻ തുടങ്ങി അല്ലേ. അപ്പോൾ ഇദ്ദേഹം ഇപ്പോഴും വളരെ ആക്റ്റീവാണ്, നല്ല വിറ്റൊക്കെ പറയുന്ന ആളാണ്. അപ്പം അതുപോലെ തന്നെയായിരിക്കും മറ്റുള്ളവർ ഇദ്ദേഹത്തിനെ കാണണത്. മറ്റുള്ളവർ ഇദ്ദേഹത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ വയ്യാത്ത അവസ്ഥ എല്ലാവർക്കും ഓർമ്മ വരേണ്ടത്. ഇദ്ദേഹത്തിൻ്റെ വിറ്റും ഇദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസും ഒക്കെ ആയിരിക്കണം ഓർമ്മ വരണത്. അതാണ് ഇദ്ദേഹം നമ്മളോടും പറയുന്നത്. അപ്പം നമ്മൾ അതുപോലെ തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ ബാഡ് ഭാഗങ്ങൾ മാത്രമല്ല നോക്കണം, നമ്മൾ ഗുഡ് ഭാഗങ്ങൾ കൂടി നമ്മൾ നോക്കണം, ഗുഡ് സൈഡ് കൂടി നമ്മൾ നോക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. That is exactly the way he wants it. അപ്പോൾ അതുപോലെ പിന്നെ ഒരു വേർഡ് ഉണ്ട് കേട്ടോ, കാറ്റോസ്ട്രോഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഡേഞ്ചറസ്. എന്ന് വെച്ചാൽ എന്താ, ഇത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലും ഇദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് അല്ലേ. അതുപോലെ നമ്മളും ആവണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. He chose to ignore the difficulty and he expects others to adopt the same attitude. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇദ്ദേഹം ഇഗ്നോർ ചെയ്യുക, അദ്ദേഹം എന്താണ് അവഗണിക്കുക, എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്നൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇദ്ദേഹം എന്താ തൻ്റെ പോസിറ്റീവ് ഭാഗം മാത്രം ചിന്തിച്ച് ജീവിക്കുകയാണല്ലേ. അതുപോലെ തന്നെ ആയിരിക്കണം മറ്റുള്ളവരും ജീവിക്കേണ്ടത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്.
Stephen Hawking has overcome his crippling disease to become the supernova of world physics. എന്ന് വെച്ചാൽ എന്താ ക്രിപ്ലിംഗ് എന്ന് വെച്ചാൽ ഈ ഡിസബിലിറ്റി എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു അസുഖം സ്റ്റീഫൻ ഹോക്കിംഗ് ഇങ്ങനത്തെ ഒരു അസുഖം മാറ്റി വെച്ചിട്ട് ഇദ്ദേഹം ഇപ്പം എങ്ങനത്തെ ഒരു നിലയിലാണ് സൂപ്പർനോവ ഓഫ് വേൾഡ് ഫിസിക്സ് ആയാലും ഇപ്പോൾ സൂപ്പർനോവ എന്ന് വെച്ചാൽ ബ്രൈറ്റനിങ് സ്റ്റാർ ഇപ്പോഴും തിളങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്റ്റാറാണ് ഇദ്ദേഹം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അറിയപ്പെടുന്നത്. ഇതാണ് നമ്മുടെ പാർട്ട് 2. അപ്പോൾ ക്വസ്റ്റ് ഫോർ ദ തിയറി ഓഫ് എവറിത്തിങ് എന്ന പാഠം നമ്മളിവിടെ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡൗൺ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിന്ന് വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.